എല്ലാവർക്കും വന്ദനങ്ങൾ. നമ്മൾ പരിശുദ്ധ നോയമ്പിന്റെ ദിവസത്തിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. ഇന്ന് പേത്തൂർത്ത ഞായറാഴ്ചയാണ്, കൊത്തനെ ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ വായനാ ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ചെയ്ത ആദ്യത്തെ അടയാളം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ കാനാവിലെ കല്യാണത്തെ സംബന്ധിക്കുന്ന വായനാ ഭാഗമാണ്. നോയമ്പിന്റെ ഓരോ ഞായറാഴ്ചയും വായിക്കുന്ന വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വളരെ പ്രത്യേകതകളുള്ളതാണ്. 1-ാമത്തെ ഞായറാഴ്ച വായിക്കുന്നത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണ്. 2-ാമത്തെ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ അത്ഭുതമാണ്. 3-ാമത്തെ ഞായറാഴ്ച തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതാണ്. 4-ാമത്തെ ഞായറാഴ്ച പുറജാതിക്കാരത്തി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്ന സുറൈഫാനിക്ക ജാതിയിൽപ്പെട്ട ആ സ്ത്രീക്ക് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്ന ആ അത്ഭുതമാണ്. 5-ാമത്തെ ഞായറാഴ്ച കൂനിയായ സ്ത്രീയെ ദൈവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് സാത്താൻ 18 വർഷം ബന്ധിച്ച ആ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതാണ്. 6-ാമത്തെ ഞായറാഴ്ച അന്ധന് പിറവിക്കുരുടന് കാഴ്ച കൊടുക്കുന്ന, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് തെളിയിച്ച ആ അത്ഭുത സംഭവത്തെയാണ് അനുസ്മരിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു അടയാളമാണ്. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഊശാന ഞായറാഴ്ചയാണ്. അതിന്റെ അടുത്ത ഞായറാഴ്ച ഉയർപ്പ് ഞായറാഴ്ചയാണ്. പേത്തുർത്ത മുതൽ പെന്തക്കോസ്തി വരെ 100 ദിവസങ്ങളാണ്. നമ്മൾ 50 നോയമ്പാണ്, 50 ദിവസത്തെ ആണ് നമ്മൾ 50 നോയമ്പ് എന്ന് പറയും. ഈ 50 ദിവസത്തിന്റെ ഒരു പാക്കേജാണ് നമ്മൾ പ്രധാനമായും ഒബ്സർവ് ചെയ്യുന്നത്. എന്നാൽ സഭയെ സംബന്ധിച്ച് സഭാ കലണ്ടറിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പേത്തൂർത്ത മുതൽ പെന്തക്കോസ്തി വരെയുള്ള 100 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 100 ദിവസങ്ങളാണ്. ആ 100 ദിവസങ്ങളിലെ സഭാ കലണ്ടറിലൂടെ, ലക്ഷണറിയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു ആത്മീക ദിവ്യ അനുഭൂതിയും തിരുവെഴുത്തുകളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയുമായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ 100 ദിവസങ്ങളിലെ സഭാ ക്രമീകരണം അനുസരിച്ചുള്ള വേദവായന കുറിപ്പുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഗ്ലോറിയസ് ഗോസ്പൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേരാത്തവർ ഗ്ലോറിയസ് ഗോസ്പൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക. ഈ നോയമ്പ് കാലയളവിൽ മാത്രമല്ല, പെന്തക്കോസ്തി വരെയും എല്ലാ വായനാക്കുറിപ്പുകളും ഓരോ ദിവസവും രാവിലെ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണാൻ കഴിയും. 100 ദിവസത്തേക്കുള്ള വായന ഭാഗങ്ങൾ. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ 6 ഗ്രൂപ്പ് നിറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പുകൾ തുടങ്ങുകയാണ്. ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഏതെങ്കിലും അഡ്മിൻസുമായി ബന്ധപ്പെടാം. അല്ലെ നിങ്ങൾക്ക് ഗ്ലോറിയസ് ഗോസ്പൽ പേജിൽ റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനുള്ള ലിങ്ക് അവിടെ കിട്ടും. ഫേസ്ബുക്കിലെ ഗ്ലോറിയസ് ഗോസ്പൽ പേജിൽ വരിക. അവിടെ മെസ്സേജിൽ റിക്വസ്റ്റ് ചെയ്താൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പേജിൽ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചേരുവാൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടൊക്കെ താമസിക്കുന്ന പല ആളുകളും നോയമ്പിലെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ പ്രാർത്ഥന പുസ്തകമില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് യാമോ എന്ന ഒരു YAMO എന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളും അതിൽ കിട്ടും. സൗജന്യമാണ്. നിങ്ങൾക്ക് ആ പ്രാർത്ഥനാ പുസ്തകങ്ങൾ നോക്കി നോയമ്പിലെ പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ്. നോയമ്പിലെ പ്രാർത്ഥനകൾ ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും എല്ലാവരും തന്നെ ഒരേ സെയിം പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത്. എന്നാൽ തർജിമയിൽ അല്പാൽപ്പം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ പള്ളിയിൽ ഉപയോഗിക്കുന്ന ഏത് വേർഷനാണ്, ഏത് തർജിമയാണെന്ന് തിരക്കിയിട്ട് അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ വീടുകളിലോ അപ്പാർട്ട്മെന്റുകളിലോ ഒക്കെ സ്വന്തമായിട്ടാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏതെങ്കിലും വേർഷൻ എടുത്താൽ മതി. കാരണം എല്ലാം സെയിം ആണ്, യാതൊരു വ്യത്യാസവുമില്ല, അർത്ഥവ്യത്യാസങ്ങളൊന്നുമില്ല. അത് ഓർക്കുക. യാമ പോലെ തന്നെ വേറെ പല ആപ്പുകളുണ്ട്. ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് വിരൽത്തുമ്പിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ല, നിങ്ങൾക്ക് നോയമ്പിലെ പ്രാർത്ഥന
പുസ്തകം നോയമ്പിലെ നമസ്കാരം PDF ഫോർമാറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ PDF ഫോർമാറ്റ് അയച്ചു തരുന്നതാണ്. shibupaster@gmail.com എന്ന ഇമെയിലിൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് PDF കിട്ടും. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥന നോയമ്പിലെ നമസ്കാര ക്രമത്തിൻ്റെ PDF അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ +1 832 679 0404. ആ വാട്സാപ്പിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ PDF. ഇനി ആരും പ്രാർത്ഥനാ പുസ്തകം നമസ്കാര പുസ്തകം കിട്ടാഞ്ഞിട്ട് എനിക്ക് നോയമ്പിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആരും പരാതി പറയരുത്. അതുകൊണ്ട് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. ഗ്ലോറിയസ് ഗോസ്പൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും നമസ്കാര ക്രമം PDF ഇടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ളവർ ആരും തന്നെ നമസ്കാര ക്രമം ചോദിച്ച് മെസ്സേജ് അയക്കേണ്ട. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമസ്കാര ക്രമം ഇടുന്നതാണ്. നിങ്ങൾക്ക് അത് വെച്ച് എല്ലാവർക്കും തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ കിട്ടുന്നതാണ്. ഈ നോയമ്പിനെ വളരെ ഗൗരവത്തോടെയാണ് നമ്മൾ സമീപിക്കുന്നത്. നമ്മളെ പേത്തൂർത്ത ഞായറാഴ്ച നമ്മുടെ പഴയ കാലത്തൊക്കെ ഇന്നിപ്പം അതിനത്ര പ്രാധാന്യം കൊടുത്തു കാണുന്നില്ല. പഴയ കാലത്ത് വളരെ ഒരുക്കനാള്, അതൊരു യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്ക് ആ ഒരു ശൈലി വന്നത്. പേത്തൂർത്താഴ്ക്കന്ന് ഇറച്ചി മീനും ഒക്കെ ആളുകൾ ഭക്ഷിക്കും, മത്സ്യവും മാംസവും ഒക്കെ ഭക്ഷിക്കും. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ പാത്രങ്ങളുടെ ശുചീകരണം, ചാരം ഉപയോഗിച്ച് എല്ലാ പാത്രങ്ങളും കഴുകി ഉളുമ്പെല്ലാം മാറ്റി കൃത്യമായി ആ പാത്രം കഴുകാനൊക്കെ സഹകരിക്കുന്ന മറ്റ് ജോലിക്കാരൊക്കെ ആയിരിക്കും അവിടെ മിച്ചമുള്ള മത്സ്യമാംസ വിഭവങ്ങളെല്ലാം അവർ കൊണ്ടുപോകും. എല്ലാ സുറിയാനി ഭവനങ്ങളിൽ നിന്നും മത്സ്യമാംസ അവശിഷ്ടങ്ങളെല്ലാം നീക്കം ചെയ്യുകയും നോയമ്പിന്റെ വിശുദ്ധിയിലേക്ക് പാത്രങ്ങളെ ശുചീകരിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് കടക്കുകയും ചെയ്യും. ചില സ്ഥലങ്ങളിലെങ്കിലും മൺപാത്രങ്ങളിൽ പേത്തൂർത്ത കുക്കിംഗ് മുഴുവൻ മൺപാത്രങ്ങളിൽ നടത്തിയിട്ട് പാത്രങ്ങൾ ഉടച്ച് കളയുന്ന പതിവും ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും കാണുന്നില്ല. അതൊരു പാരമ്പര്യമാണ്. കാരണം യഹൂദന്റെ പെസഹയ്ക്ക് മുമ്പ് അവര് പുളിപ്പുകൾ എടുത്തു കളയുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. പുളിപ്പുകൾ എടുത്തു കളഞ്ഞിട്ട് പുളിപ്പുകൾ തപ്പി നടക്കും. അന്ന് ചില ആളുകൾ പുളിപ്പുകൾ വീടിന്റെ ഈ ഭിത്തിയിലുള്ള ദ്വാരങ്ങളിലൊക്കെ പുളിപ്പ് വെക്കും. പുളിപ്പ് അങ്ങനെ എവിടെയെങ്കിലും പുളിപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചെറിയ കമ്പി കൊണ്ട് കുത്തി സകല സ്ഥലങ്ങളിലും വീട് മുഴുവൻ പരിശോധിച്ച് എവിടെയെങ്കിലും ഒരു പുളിപ്പിന്റെ ഒരംശമെങ്കിലും എവിടെയെങ്കിലും. അതാണ് യഹോവയായ ദൈവത്തിന്റെ കൽപ്പന. നിന്റെ അതിർത്തിക്കകത്തെങ്ങും തന്നെ പുളിപ്പ് കാണാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പുളിപ്പിന് വേണ്ടിയുള്ള ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന പോലെ അന്ന് യഹൂദന്മാർ തങ്ങളുടെ വീടുകൾ, പരിസരങ്ങൾ, തങ്ങളുടെ ഗ്രാമത്തിൽ എങ്ങും തന്നെ ഒരു പുളിപ്പുമില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് അവർ പെസഹയുടെ ആചരണത്തിലേക്ക് കടന്നിരുന്നത്. അതുപോലെ ആയിരുന്നു സുറിയാനിക്കാർ പഴയ കാലത്ത്. എല്ലാത്തരം മത്സ്യമാംസ വിഭവങ്ങളും നോയമ്പിന് വിഹിതമല്ലാത്ത എല്ലാം തന്നെ തങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറ്റി ഒരു ഭവന ശുദ്ധീകരണത്തോടു കൂടി ആയിരുന്നു പഴയ കാലങ്ങളിൽ നമ്മുടെ പൂർവികർ നോയമ്പിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഇന്ന് വൈകുന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ നോയമ്പ് ആരംഭിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഞായറാഴ്ച വൈകിട്ട് തിങ്കളാഴ്ചത്തെ സന്ധ്യനമസ്കാരമാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ നോയമ്പ് അവിടെ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നോയമ്പിന്റെ തിങ്കളാഴ്ചത്തെ സന്ധ്യനമസ്കാരത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനാ ഗീതമാണ്. നോയമ്പിന്റെ തിങ്കളാഴ്ചത്തെ സന്ധ്യ നമസ്കാരത്തിൽ നിന്നുള്ള ഒരു ഗീതമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വളരെ മനോഹരമാണ്. നോയമ്പേ നീ സമാധാനത്താലെ വരിക. കൃപയുള്ളോനേ നിൻ കൃപയാൽ കൃപ ചെയ്യുക, ദോഷം മായിച്ചൻ പാപം മോചിച്ചിടേണം, ശമവും ശാന്തിയതും നിൻ കൃപയാലരുളി, രണ്ടുലകങ്ങളിലും ഞങ്ങളോടാഗ്രത തോന്നേണം. നോമ്പും പ്രാർത്ഥനയും മഹിമയെഴും തിരുസന്നിധിയിൽ കൈക്കൊണ്ടിടണമേ, നിർമ്മല പരിമള ധൂപം പോൽ ബാറക്കുമോ പരിപാ
സാത്താനെ നേർക്കും വിജയ കൊടിയുമഹോ തോൽക്കാത്തോരായുധവും താമെന്നോലം വാദാമുൽവോലം ഉൽമീനാമേ ഈ പ്രാർത്ഥനയാൽ സന്തോഷമടങ്ങി യാചനയെ കൈക്കൊണ്ടിടണമേ തൂമണമിയലും ധൂപം പോൽ മുറിയോറാഹി മേലൈനോ വാദാറായി മോശ സീനായ് മലയിന്നും കൊണ്ടിഹ വന്നു 40 നാൾ നോമ്പേൽക്കുകയാൽ ഇസ്രായേലിനായി ദൈവം എഴുതിയതാകും കൽപ്പലകൾ തൻ കൽപ്പലക ഹല്ലേലൂയ പ്രാർത്ഥന ശരണം ബാറക്കുമോ നാഥൻ നോമ്പേറ്റാൻ മരുവിൽ 40 ദിവസം ഖലനാം സാത്താനെ വെന്ന ദുഷ്ടൻ മേൽ വിജയം നേടാൻ നോമ്പിനെ ഞങ്ങൾ ആയുധമായി തന്നോന ഹല്ലേലൂയ നാഥൻ ധന്യൻ മെന്നോലം വാദാമുൽവോലം ഉൽമീനാമി. നോയമ്പിനാൽ ദുഷ്ടനെ ജയിക്കുവാൻ നമുക്ക് ആയുധമായി തന്ന നോയമ്പ് പലവിധ പൈശാചിക ബാധകളാലും പീഡകളാലും വലയുന്ന നിങ്ങൾക്ക് ഈ നോയമ്പ് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അതിൽ നിന്നും വിമോചനം ലഭിക്കും, സ്വാതന്ത്ര്യം ലഭിക്കും. കാരണം ഇത് നമ്മുടെ പിതാക്കന്മാർ കൽപ്പിച്ചിരിക്കുന്ന നോയമ്പാണ് ആയുധം സാത്താനെ ജയിക്കുവാനുള്ള. അതുകൊണ്ട് മറ്റ് പൊടിക്കൈകളിലേക്കൊക്കെ പോയിട്ടുള്ള സുറിയാനി സഭയുടെ മക്കൾ ഈ നോയമ്പിൽ അനുതാപത്തോടെ മടങ്ങി വരിക, ഈ നോയമ്പ് കൃത്യമായി ഒബ്സർവ് ചെയ്യുക. ഇന്നലെ നമ്മുടെ ലൈവിൽ 2-3 പേർ ചോദിച്ചൊരു സംശയമാണ്, 40 ദിവസമാണോ നോയമ്പ്? കാരണം ഗീതങ്ങളിൽ മുഴുവൻ 40 നോയമ്പ് 40 ദിവസം നോയമ്പ് എന്ന് പാടുന്നു. പക്ഷെ നമുക്ക് 50 നോയമ്പല്ലേ, അപ്പൊ 50 ആണോ 40 ആണോ ഇതൊരു സംശയമാണ്. നമ്മുടെ കർത്താവ് മോശ 40 ദിവസമാണ് നോയമ്പെടുത്തത്, ഏലിയാവ് 40 ദിവസമാണ് നോയമ്പെടുത്തത്, നമ്മുടെ കർത്താവ് 40 ദിവസമാണ് നോയമ്പെടുത്തത്. സഭയുടെ നോയമ്പ് 40 നോയമ്പെന്നാണ് നമ്മൾ പാട്ടുകളിൽ കേൾക്കുന്നത്. ഈ നോയമ്പ് 40 ദിവസമാണ്. നാളെ ആരംഭിക്കുന്ന നോയമ്പ് 40-ാം വെള്ളിയാഴ്ച അവസാനിക്കും. അതിനാണ് 40-ാം വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. 40-ാം വെള്ളിയാഴ്ചയോടുകൂടിയാണ് ഈ നോയമ്പ് അവസാനിക്കുന്നത്. 40 ദിവസമാണ്. നോയമ്പും ഉപവാസവും ഉണ്ട്. നോയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയാണ്, ചില ശീലങ്ങളിൽ നിന്ന് അകന്നിരിക്കുക, വർജനമാണ്. ഉപവാസം ഭക്ഷണം വെടിയലാണ്. ഇപ്പൊ നോയമ്പും ഉപവാസവും ഒരുമിച്ചാണ് പോകുന്നത്. രാത്രി 12 മുതൽ 9 മണിയുടെ നമസ്കാരം വരെ, പാതിരാ നമസ്കാരം മുതൽ 9 മണിയുടെ നമസ്കാരം വരെ, അല്ലെങ്കിൽ നമ്മുടെ സമയക്രമം അനുസരിച്ച് രാത്രി 12 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് ഭക്ഷണം വെടിയുന്നത്. 3 മണിക്ക് ശേഷം ശാഖപദാർത്ഥം അഥവാ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നു. അതാണ് ഉപവാസത്തോടു കൂടിയുള്ള നോയമ്പ്. ഇത് വീക്ക് ഡേയ്സിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഉപവാസത്തോടുകൂടിയ നോയമ്പ് ആചരിക്കും. എല്ലാ ദിവസവും കുമ്പിടിയിലുണ്ട്, കുമ്പിടുകയും ആ പ്രാർത്ഥനാക്രമങ്ങളിൽ അതുണ്ട്. വീക്ക് ഡേയ്സിലെ നോയമ്പിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ശനി ഞായർ ദിവസങ്ങളിലാണ് കുർബാനയുള്ളത്. വിശുദ്ധ കുർബാനയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ പിന്നെ ഉപവാസമില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഉപവാസത്തിനുള്ളവുണ്ട്, പക്ഷെ നോയമ്പിനളവില്ല. അത് നിങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം 3 മണി വരെ കാത്തിരിക്കേണ്ടതില്ല. രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാം, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാം. പക്ഷെ അപ്പോഴും വെജിറ്റേറിയൻ ഫുഡാണ്, നോയമ്പ് മുറിയുന്നില്ല. അപ്പം വിശുദ്ധ കുർബാനയുള്ള ദിവസങ്ങളിൽ ഉപവാസത്തിന് ഇളവുണ്ട് എന്നുള്ളതാണ് സഭയുടെ കൽപ്പന. അതുപോലെ പാതി നോയമ്പ് എന്ന് പറയുന്നത് ബുധനാഴ്ച 25 ദിവസമാകുമ്പോഴാണ്. പാതി ബുധൻ എന്ന് പറയും, അന്നും വിശുദ്ധ കുർബാനയുണ്ട്. അതുപോലെ വിശുദ്ധ ദൈവമാതാവിന്റെ വചനിപ്പ് പെരുന്നാൾ വരുമ്പോൾ മാർച്ച് 25-ന് അന്ന് വിശുദ്ധ കുർബാനയുണ്ട്. അത് വീക്ക് ഡേയ്സിൽ വന്നാലും ദുഃഖവെള്ളിയാഴ്ച ആണെങ്കിൽ പോലും അന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അതാണ് സഭയുടെ കൽപ്പന. അതായത് വചനിപ്പ് പെരുന്നാൾ ദുഃഖവെള്ളിയാഴ്ച വന്നാൽ പോലും, കാരണം വചനിപ്പ് പെരുന്നാളിന് അത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് ആ പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷമാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നത്.
അങ്ങനെ ഒരു ക്രമമാണ് സഭയ്ക്കുള്ളത്. അപ്പം ഇതാണ്. പിന്നീട് 40-ാം വെള്ളിയാഴ്ച 40 ദിവസത്തെ നോയമ്പ് പൂർത്തീകരിക്കുന്നു. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച ലാസറിന്റെ ശനിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. അഥവാ ലാസറിനെ ഉയർപ്പിച്ച ഇതിന്റെ അനുസ്മരണമാണെന്ന്. അന്ന് പഴയ കാലങ്ങളിലൊക്കെ ആളുകൾ രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കുമായിരുന്നു. ശർക്കരയൊക്കെ വെച്ചുള്ള മധുരം വെച്ചുള്ള കൊഴുക്കട്ട കഴിക്കും. അപ്പം 40 നോയമ്പ് അവിടെ മുറിയുകയാണ്. പക്ഷേ ഞായറാഴ്ച ഊശാനയാണ്. ഊശാനയ്ക്ക് ശേഷം നമ്മുടെ കർത്താവിൻ്റെ പീഡാ സഹനത്തെ അനുസ്മരിക്കുന്ന പാഷൻ വീക്കാണ്. കഷ്ടാനുഭവ ആഴ്ച, ഹാശ ആഴ്ച എന്നൊക്കെ പല പേരിൽ പറയുന്ന ആ ആഴ്ചയുടെ ശുശ്രൂഷയുടെ അവസാനത്തോടുകൂടി ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്ററോടുകൂടെ അഥവാ ഉയർപ്പ് പെരുന്നാൾ കിംതിയായുടെ ശുശ്രൂഷയോടുകൂടെ ആണ് ഈ 50 ദിവസത്തെ പാക്കേജ് അവസാനിക്കുന്നത്. എന്നാൽ സഭയുടെ കലണ്ടറിൽ ആ പ്രാധാന്യം അവിടെ അവസാനിക്കുന്നില്ല. കാരണം ഉയർപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരു 50 ദിവസം കൂടെ, അതായത് 40 നാള് കർത്താവിന്റെ പ്രസൻസ്, കർത്താവ് അവരോട് കൂടെ നടന്ന് പഠിപ്പിക്കുന്ന 40 രഹസ്യാത്മകതയുടെ ദിവസങ്ങളാണ്, മിസ്റ്ററി ഡേയ്സ് ആണ്. കാരണം ലോകം അവനെ കാണുന്നില്ല. അവനെ ക്രൂശിക്കാൻ വിധിച്ച പിലാത്തോസിന് അവനെ കാണാൻ പറ്റുന്നില്ല. അവനെ കണ്ട് തലയാട്ടി രസിച്ച ഹെറോദാവിന് അവനെ കാണാൻ പറ്റുന്നില്ല. അവനെ പരിഹസിച്ച പടയാളികൾക്കോ വഴിപോക്കർക്കോ ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്തവർക്കൊന്നും അവനെ കാണാൻ പറ്റുന്നില്ല. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം. അതാണ് നമ്മൾ പറഞ്ഞ രഹസ്യം. രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. അപ്പൊ അവനെ വളരെ അധികമായി അടുത്തറിഞ്ഞ, അല്ലെങ്കിൽ അവനെ വിസ്തരിച്ച, അവനെ വിധിച്ച, അവനെ ദണ്ഡിപ്പിച്ച, അവനെ ക്രൂശിച്ച, ഫിസിക്കലി അവനെ ടച്ച് ചെയ്ത. അപ്പൊ അവര് പറയും, ഈ യേശുവിനെ ഏറ്റവും അധികം അറിയാവുന്നത് ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങൾ അവനെ നഗ്നനാക്കിയത് ഞാനാണ്, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് ഞാനാണ്, അവന്റെ കയ്യിൽ ആണിയടിച്ചത് ഞാനാണ്. അവർക്ക് പല ക്ലെയിംസുമുണ്ട്. ഇന്നും അതുപോലെയാണ് ലോകത്തെ ഇതര സഭകൾ. കാരണം ബൈബിൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഈ ബൈബിളിൽ വായിക്കുന്നു. ഇതാ ഈ വാക്യം കണ്ടോ, ഇതാ ആ വാക്യം കണ്ടോ, നിങ്ങൾക്ക് ഈ ബൈബിളിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ? പല ക്ലെയിംസ് ആണ്. പക്ഷേ അത്തരത്തിലുള്ള ക്ലെയിംസിനെല്ലാം ഉപരിയായി, അതിനെല്ലാം അതീതമായി സഭയ്ക്കും തൻ്റെ കാന്തനും തമ്മിൽ ഒരു രഹസ്യമുണ്ട്, ഒരു മിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ മിസ്റ്റിക് റിലേഷൻഷിപ്പാണ് ഈ 40 ഡേയ്സ് കൊണ്ട് കർത്താവ് ബിൽഡ് ചെയ്തത്. ഈ 40 ഡേയ്സ് എക്സ്ക്ലൂസീവ്ലി ദോസ് ഡേയ്സ് വെർ ഡെഡിക്കേറ്റഡ് ഫോർ ഹിസ് ക്ലോസ് ഡിസൈപ്പിൾസ്. അവർക്ക് മാത്രമാണ് ഇത് കാണാൻ പറ്റുന്നത്. പൗലൂസ് അതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. കേഫാവിനും പിന്നെ പന്തിരുവർക്കും തൻ്റെ സഹോദരൻ യാക്കോവിനും പിന്നെ 500 സഹോദരന്മാർക്ക് ഒരുമിച്ചും ഒക്കെ പ്രത്യക്ഷമായി ഒടുവിൽ ഒരു പ്രത്യേക പാക്കേജിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും, അൺടൈംലി ബോൺ അപ്പോസ്തൽ, അകാലപ്രജ പോലെയുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. അപ്പം ആ മിസ്റ്റിക് യൂണിയനാണ്. അതുകൊണ്ട് പേതൂർത്താൻ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള 100 ദിവസങ്ങൾ, ആ 100 ദിവസങ്ങളെ വളരെ ജാഗ്രതയോടുകൂടെ വായനാഭാഗങ്ങളിലൂടെ കടന്നു പോവുക. സഭയുടെ പ്രബോധനങ്ങൾ അത് ഗീതങ്ങളിലും പ്രാർത്ഥനകളിലും എല്ലാമായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ സഭയുടെ ഉപദേശങ്ങൾ ആധികാരികമാകുന്നത്, അറ്റസ്റ്റ് ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പം ലോകം അവനെ അറിഞ്ഞില്ല. മനസ്സിലായോ? ലോകം അവനെ അറിഞ്ഞില്ല, തിരുവെഴുത്ത് പറയാണ്. പിന്നെ അടുത്തത്, ജ്ഞാനികൾ അവനെ അറിഞ്ഞില്ല. അടുത്തത്, പ്രഭുക്കന്മാർ അവനെ അറിഞ്ഞില്ല. അല്ലെ? അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പൊ ജ്ഞാനികൾക്കോ ലോകത്തിനോ പ്രഭുക്കന്മാർക്കോ, അപ്പൊ ജ്ഞാനത്തിനും ലോകത്തിനും പ്രബുദ്ധത്തിനും പിടികൊടുക്കാത്ത ഒരു മിസ്റ്ററിയാണ് നമ്മുടെ ക്രൈസ്റ്റ്. ദാറ്റ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് വാസ് റിവീൽഡ് ടു ഹിസ് ഹോളി ചർച്ച്. പരിശുദ്ധ സഭയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ ഉപദേശത്തിന്റെ പ്രാധാന്യം അതാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയിലെ ആളുകൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഹെററ്റിക് ആയിട്ടുള്ള ആളുകൾ, ഈ പാഷണ്ഡതക്കാർ പലതും പറയും. അതിൽ ഞാനും വഞ്ചിക്കപ്പെട്ടു പോയതാണ്, വശീകരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സഭയുടെ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ 40 ദിവസമാണ് നോയമ്പ്, പിന്നെ അടുത്തത് 10 ദിവസം അടുത്ത പാക്കേജാണ്. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയാണ് ഒരു ക്ലാരിറ്റി. 40 ആണോ 50 ആണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ആ ക്ലാരിറ്റി കൊണ്ടുവന്നത്. അപ്പോൾ ജാഗ്രതയോടെ നോയമ്പ് ആചരിക്കുവാൻ
നോയമ്പിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് കൊത്തനെ ഞായറാഴ്ചയാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതം. കർത്താവിൻ്റെ മുഖം കണ്ടപ്പോൾ ആ വെള്ളത്തിൻ്റെ കവൾ നാണിച്ചു തുടുത്തുപോയി എന്ന് ഒരു ദൈവശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുണ്ട്. നാണിച്ച് പെൺകുട്ടികളുടെ കവള് തുടുക്കുന്നത് പോലെ തൻ്റെ നാഥനെ കണ്ട ജലം നാണിച്ചു തുടുത്തുപോയി, അതിന് നിറം മാറിപ്പോയി. അപ്പം നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത, വീര്യമില്ലാത്ത, വിലയില്ലാത്ത വെള്ളം. വെള്ളത്തിന് നിറമില്ല, വെള്ളത്തിന് മണമില്ല, വെള്ളത്തിന് ഗുണമില്ല, വെള്ളത്തിന് വീര്യമില്ല, വെള്ളത്തിന് വിലയില്ല. അക്കാലത്ത് വിലയില്ല. ഇന്ന് ബോട്ടിൽ വാട്ടറിന് വിലയുണ്ട്. അപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ 5 മാറ്റങ്ങൾ ആ വെള്ളത്തിന് വന്നു. ആ വെള്ളത്തിന് നിറം വന്നു, ആ വെള്ളത്തിന് ഗുണം വന്നു, ആ വെള്ളത്തിന് മണം വന്നു, ആ വെള്ളത്തിന് വീര്യം വന്നു, ആ വെള്ളത്തിന് വില വന്നു, മൂല്യം വന്നു. അപ്പൊ കർത്താവിനെ കാണുന്ന ഓരോ വ്യക്തികൾക്കും 5 മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം നിറമുള്ളതായി തീരുവാൻ, മണമുള്ളതായി തീരുവാൻ, ഗുണമുള്ളതായി തീരുവാൻ, വീര്യമുള്ളതായി തീരുവാൻ, അല്ലെ? ഇപ്പം പത്രോസ്ലിയ പറയുന്നുണ്ട് പരിജ്ഞാനത്തോട് വീര്യവും, വീര്യത്തോട് ഇന്ദ്രിയജീവവും, അങ്ങനെ. അപ്പം വീര്യമുള്ളതായി തീരുവാൻ, എല്ലാറ്റിലും ഉപരി വിലയുള്ളതായി തീരുവാൻ. എവിടെയാണ് വില ഉണ്ടാകുന്നത്? നീ എനിക്ക് വിലയേറിയവനും ബഹുമാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് അമൂല്യനാണ്. കർത്താവ് പറയുകയാണ് ഏശയ്യായുടെ പ്രവചനത്തിൽ. അപ്പം നമുക്ക് ആ മൂല്യം വരുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് മൂല്യം വരുന്നത്. 100 തേങ്ങായ്ക്ക് വില ഉണ്ടാകുന്നത് ഒരു തേങ്ങായ്ക്ക് വിലയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 100 ആടുള്ളവൻ ഒരാട് പോകുമ്പോൾ അതെടുക്കാൻ തപ്പിപ്പോകുന്നത്. ഒരു തേങ്ങായ്ക്ക് വിലയില്ലെങ്കിൽ പിന്നെ 100 തേങ്ങായ്ക്കും വിലയില്ല. അതിനാണ് യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, പ്രൈസ് എഴുതുന്നതിൻ്റെ താഴെ യൂണിറ്റ് പ്രൈസ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വില. യൂണിറ്റ് പ്രൈസ് വെച്ചാണ് നമ്മൾ ബൾക്ക് പ്രൈസ് കൂട്ടുന്നത്. അപ്പം മുഴു മനുഷ്യവർഗത്തിൻ്റെയും ഈ മുഴു ഭൂമിയുടെയും വില നിശ്ചയിക്കുന്നത് ദ സിംഗിൾ പേഴ്സൺ, നീ എന്ന ആ ഒരൊറ്റ വ്യക്തിയാണ് ഈ മുഴു പ്രപഞ്ചത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത്. പക്ഷെ പല ആളുകളും അത് തിരിച്ചറിയാതെ ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും ഒക്കെ വഴുതി വീണുവാണ്, ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോവാണ്. കാരണം നിന്റെ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ മുഴു ലോകത്തിൻ്റെയും ഈ സുന്ദരമായ, ഈ മനോഹരമായ ഈ ലോകത്തിൻ്റെ വില. ഇപ്പം എന്നെ കേൾക്കുന്ന ദുബായ് പട്ടണത്തിൽ നിന്ന് ആളുകൾ എന്നെ കേൾക്കുന്നു. ദുബായ് എന്ന മായാ നഗരത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആ നഗരത്തിൻ്റെ മുഴുവൻ മൂല്യവും, ആ നഗരത്തിൻ്റെ മുഴുവൻ വിലയും നിശ്ചയിക്കുന്ന യൂണിറ്റ് നീയാണ്. യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. യൂണിറ്റ് പ്രൈസ് എന്ന കോൺസെപ്റ്റ് യേശുക്രിസ്തുവാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു 100 ആടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്ന് കാണാതെ പോയി. അത് അവഗണിക്കുന്നില്ല. ഒന്ന് കാണാതെ പോയി. ആ കാണാതെ പോയതിനെ അന്വേഷിച്ച് ആ ഇടയൻ പോവാണ്. പിന്നെ പറയാണ്, കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ? ആണേ, മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും. അടുത്ത കർത്താവ് പറയാണ്, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? ലൂക്കോസ് പറയുമ്പോൾ അങ്ങനെയാ. മത്തായി പറയുമ്പോൾ കാശിന് 2 കുരികിലിന്. അപ്പൊ 1 കാശിന് 2 കുരികിൽ എന്നുള്ളതാണ് വില, മാർക്കറ്റ് പ്രൈസ് ആണ്. പക്ഷെ കർത്താവ് പറയാണ്, 2 കാശിന് 5 കുരികിലിനെ കിട്ടുന്നില്ലയോ? അവയിലൊന്ന് താഴെ പോയാലും നമ്മുടെ പിതാവ് അത് കൗണ്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? മാർക്കറ്റ് പ്രൈസ് കാശിന് 2 കുരികിലാണ്. അപ്പോൾ 2 കാശിന് എത്ര കുരികിൽ കിട്ടും? 4 കുരികിലാണ്. പക്ഷെ യേശു പറയാണ് 2 കാശിന് 5 കുരികിൽ കിട്ടും എന്ന് പറഞ്ഞാൽ അന്ന് 2 കാശിന് മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ്. നമ്മൾ ചിലപ്പോൾ കാണാം buy 1 get 1 ഫ്രീ, അല്ലെ buy 2 get 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞ ഓഫറാണ്. അപ്പൊ അന്നത്തെ മാർക്കറ്റിൽ ഒരു ഓഫറിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കാശിന് 2 കുരികിലാണ്, 2 കാശിന് 5 കുരികിലാണ്. അപ്പം 2 കാശിന് 4 കിട്ടിയാലും നമുക്ക് നഷ്ടമില്ല. അപ്പൊ 2 കാശിന് 5 കുരികിലിനെ കിട്ടി, ഒരെണ്ണം കിട്ടി ഫ്രീ കിട്ടിയതാണ്, എക്സ്ട്രാ കിട്ടിയതാണ്, ബോണസ് ആണ്. അപ്പൊ അതിനെ സൈക്കിളെ കെട്ടി തൂക്കിയിട്ടുണ്ട് പോകുമ്പോൾ ഒരെണ്ണം അഴിഞ്ഞു പോയാലും അത് ബോണസ് കിട്ടുകയാണല്ലോ. നമുക്ക് മുടക്ക് 2 കാശാണ്, 4 കുരികിലെ കയ്യിലുണ്ട്. യേശു പറയാം, അതുപോലും പോട്ടെ എന്ന് വെക്കത്തില്ല. പിന്നെ പറയാണ്, നിന്റെ തലയിലെ ഒരു രോമം താഴെ വീണാലും അത് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു.
അപ്പൊ എത്രമാത്രം മൂല്യം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അവഗണിക്കുകയാണ് നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിൽ. റിലേഷൻഷിപ്പ് നമ്മൾ പലരെയും അവഗണിക്കുകയാണ്. അവള് സൂസമ്മ മിണ്ടുന്നില്ല, ഓക്കെ സൂസമ്മ പോട്ട്. ബ്ലസൻ മിണ്ടുന്നില്ല, ബ്ലസൻ പോട്ട്. ചെറിയാച്ചൻ പോട്ട്, തോമാച്ചൻ പോട്ട്, ശിവരാജൻ പോട്ട്. ബന്ധങ്ങളെ മുറിച്ച് കളഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പൊ ബന്ധങ്ങളെ റിസ്റ്റോർ ചെയ്യുവാൻ, റീ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, ദൈവത്തോടുള്ള ബന്ധത്തെ മുറിച്ച് കളഞ്ഞ മനുഷ്യനെ അന്വേഷിച്ച് ദൈവത്തിന്റെ പുത്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ ബന്ധത്തെ, സ്വർഗവും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെ എന്നേക്കും റീ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി ആ കുരിശിൽ കർത്താവ് മരിക്കുകയാണ്. ആ കുരിശ് എന്ന് പറഞ്ഞാൽ യാക്കോബ് കണ്ട ദർശനമാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി യാക്കോബ് ദർശനത്തിൽ കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ആ ഗോവേണിയാണ് കാൽവരി ക്രൂശ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ക്രൂശിലേക്കുള്ള യാത്രയിൽ നമ്മൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ മുറിവുകൾ ഉണ്ടായേക്കാം. അപ്പൊ നമുക്ക് വ്യക്തിപരമായി മൂല്യത്തെ കൊണ്ടുവരുന്ന, നമ്മുടെ റിലേഷൻഷിപ്പിന് മൂല്യത്തെ കൊണ്ടുവരുന്ന, നമുക്കുള്ള എല്ലാത്തിനും മൂല്യത്തെ കൊണ്ടുവരുന്ന കർത്താവ്, അപ്പൊ നമുക്ക് വിലമതിക്കുന്ന, നമുക്ക് മൂല്യം നൽകുന്ന ഒരു ദൈവത്തിന്റെ ദൃഷ്ടിയുടെ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ കൊത്തനെ ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് അർപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടാകുവാൻ, സ്ഥാനചലനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ആ പുറംപറമ്പിൽ കടന്ന ആ പാത്രങ്ങളൊക്കെ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ കലവറയിലേക്ക് പോവാണ്. വീഞ്ഞു നിറഞ്ഞ പാത്രങ്ങളായി മാറുവാൻ, മൂല്യമുള്ള, നിറമുള്ള, ഗുണമുള്ള, മണമുള്ള, വിലയുള്ള ഒരു ദ്രാവകമായി മാറി. വ്യത്യാസം വന്നു. ആ വ്യത്യാസത്തെയാണ് കർത്താവ് തരുന്നത് നമുക്ക്. ആ വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് ആ വീഞ്ഞെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവരോട് പറയുകയാണ്, ഇത് എൻ്റെ രക്തം ആകും. നമ്മൾ ഇന്നത് വിശ്വസിക്കുക. വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവാണ് ആ വീഞ്ഞെടുത്തിട്ട് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നത്. ദാറ്റ്സ് എ മിസ്റ്ററി. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി, സമൂഹമായി നമുക്ക് മൂല്യം തരുവാൻ വേണ്ടി കർത്താവ് ചെയ്ത ആ വലിയ അടയാളത്തെ നമ്മൾ അനുസ്മരിക്കുന്നു. നോയമ്പിന്റെ എല്ലാ അനുഗ്രഹ ആശംസകളും വീണ്ടും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി കർത്താവേ കൃപ ചെയ്യണമേ, കൈക്കൊള്ളണമേ ശുശ്രൂഷകളും പ്രാർത്ഥനയും പോരാട്ടത്തിൽ സഹദേന്മാർക്കധികം വീര്യം നൽകിയ നിൻ കൃപ ഞങ്ങൾക്കും ഹല്ലേലൂയ ബലമേകട്ടെ. മോറിയോറാഹേൻ മേലൈൻ നോവാദാര ശിഹാനാഥ ശിഷ്ടന്മാർ തന്നോമ്പേറ്റോനേ പ്രാർത്ഥന നോമ്പൻ ഇവയേറ്റിവരിൽ കൃപ തോന്നേണം. പോരാടേണം അവസരമീശോ സാത്താനേകി ക്ഷീണിച്ചപ്പോൾ തോൽപ്പിച്ചിടം സാത്താനെ ശോധിച്ചിടം അശിയാ ദുഷ്ടനു മാർഗം നൽകി വാട്ടം കണ്ടിടായിൽ പോരിൻ അണയാ സാത്താൻ രക്ഷിച്ചിടം പുത്രനെ വിട്ടോം താതൻ വന്യൻ ഹീനാത്മാവെ തോൽപ്പിച്ചോന പുത്രൻ സ്തുത്യം. സാത്താനേ പോര
കാലയളവിലെ നോയമ്പിന്റെ പ്രാർത്ഥനകള്, ഗീതങ്ങള്, ഇതൊക്കെ ലഭിക്കുവാൻ നിങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളും, ഇതിലും കൂടുതൽ പാട്ടുകൾ, എല്ലാ പാട്ടുകളും പ്രാർത്ഥനകളും പുർമിയോൻ സെതറാകളും എല്ലാം ആ ഗ്രൂപ്പിൽ എവരിഡേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതെല്ലാം അതിൽ ലിസൺ ചെയ്യുവാൻ, നിങ്ങളുടെ നോയമ്പ് അനുഭവം സമൃദ്ധമാക്കി തീർക്കുവാൻ. പലരുടെയും നോയമ്പ് വളരെ വിരസവും പ്രയാസകരവുമൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതൊട്ടും വിരസമാവുകയില്ല. സോ കൈൻഡ്ലി ജോയിൻ ഇൻ ദീസ് വാട്സാപ്പ് ഗ്രൂപ്പ്. അതുപോലെ നമ്മുടെ ഈ ഫേസ്ബുക്ക് ലൈവിൽ സ്ഥിരമായി കമന്റ് എഴുതുന്ന സാജൻ പടിക്കൽ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു മെസ്സഞ്ചർ ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്ക്. നിങ്ങൾക്ക് വാട്സാപ്പ് ഇല്ലെങ്കിൽ ആ മെസ്സഞ്ചർ ഗ്രൂപ്പിൽ ചേർന്നാൽ ആ മെസ്സഞ്ചർ ഗ്രൂപ്പിലും ഈ പ്രേയേഴ്സും ഈ സോങ്സും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഫേസ്ബുക്കിൽ ഹൈമനൂത്തോ എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. ഹൈമനൂത്തോ എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കാണ്. വിശ്വാസം എന്നാണ് ഹൈമനൂത്തോ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഹൈമനൂത്തോ ഗ്രൂപ്പിൽ ചേരുക. എവരിഡേ പുർമിയോൻ സെതറ അവിടെ കാണാം. അതുപോലെ നോയമ്പിലെ ലക്ഷണറി വായനാക്രമം അനുസരിച്ചുള്ള, നാടൻ മലയാളത്തിൽ വായനപ്പടി എന്ന് പറയും, ആ വായനപ്പടി അനുസരിച്ചുള്ള മെസ്സേജുകളും സെതറാകളുടെ ധ്യാനവും എല്ലാമായിട്ട് ഈ 50 ദിവസവും വളരെ റിച്ച് ആക്കുവാനാണ് ഹൈമനൂത്തോയുടെ അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യു ക്യാൻ ലൈക്ക് ദാറ്റ് പേജ്, യു ക്യാൻ ഫോളോ ദാറ്റ് പേജ്. ഹൈമനൂത്തോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെയെല്ലാം നിങ്ങൾക്ക് നോയമ്പിന് ആവശ്യമായ റിസോഴ്സസുകൾ കിട്ടും. നിങ്ങളൊരു അനുഗ്രഹപ്രദമായ, സന്തോഷകരമായ, ധന്യമായ ഒരു നോയമ്പനുഭവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പേത്തൂർത്ത മുതൽ പെന്തക്കോസ്ത് വരെ 100 ദിവസങ്ങളാണ്. അതിൽ ഈ 50 ദിവസങ്ങൾ നോയമ്പാണ്. പിന്നീടുള്ള 50 ദിവസവും ധ്യാനത്തിന്റെ, നോയമ്പില്ലെങ്കിലും ധ്യാനത്തിന്റെയും മനനത്തിന്റെയും കർത്താവിന്റെ രഹസ്യങ്ങളെ ആസ്വദിക്കുന്നതിന്റെ ദിവസങ്ങളാണ്. പെന്തക്കോസ്തായുടെ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയിൽ നിറയുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഈ 100 ദിവസങ്ങളിൽ ഈ ആത്മീക തീർത്ഥയാത്രയ്ക്ക്, ആത്മീക സാഹസിക യാത്രയല്ല, ആത്മീക തീർത്ഥയാത്രയ്ക്ക് ചേരുന്നവർ നിശ്ചയമായും വലിയ അനുഗ്രഹത്തിലേക്ക് നടക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നോയമ്പേ, സമാധാനത്താലെ വരിക. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള നോയമ്പേ, സമാധാനത്താലെ വരിക. നമ്മൾ ഈ ഗീതത്തിൽ കേൾക്കുന്നതാണ്, ശുദ്ധമുള്ള നോയമ്പേ നീ സമാധാനത്താലെ വരിക. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഈ നോയമ്പ് കാലയളവ് വലിയ അനുഗ്രഹവും വലിയ സമാധാനവും ആയിത്തീരട്ടെ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you. ഞങ്ങളെ രക്ഷിപ്പാൻ താഴ്മ വരിച്ചോനേ, മശിഹാ നോമ്പോടെ ശത്രു പരീക്ഷകളേറ്റോനേ, പോരാടുന്നോനാ സാത്താനെ നോമ്പാൽ പ്രാർത്ഥനയാൽ സഭയെ നീ ശീലിപ്പിച്ചു. ആദാം താതൻ തൻ ഭക്ഷണമോഹത്തെ വെന്നൊരു നൽ നോമ്പേ സസമാധാനം വന്നാലും രക്ഷകനാഥൻ ഞങ്ങൾക്കായി നോറ്റ നോമ്പേ വന്നാലും അവനെ വണങ്ങിൻ സാഷ്ടാംഗം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ നോയമ്പ് കാലയളവ് ആശംസിക്കുന്നു. നിങ്ങളുടെ നോയമ്പ് ധന്യമാകട്ടെ, സമാധാനപൂർണമാകട്ടെ, പരിശുദ്ധാത്മ നിവേശിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May God bless you all. രക്ഷകനാഥ സ്നേഹാനന്ദത്താൽ നോമ്പിനെ എതിരേൽപ്പാൻ യോഗ്യത ഞങ്ങൾക്കേകേണം. തിരുവിഷ്ടം പോലെ